പാകിസ്ഥാനിലേക്ക് വല്ലതും വരണമെന്ന് ഇവരെയൊക്കെ ഈ പർദ്ദയിട്ട് ഈ നടുറോട്ടിൽ മനുഷ്യനൊക്കെ ബുദ്ധിമുട്ടി ജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണം അല്ലെ. ഞാനിത് കാണുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് സംഭവം മനസ്സിലായത്? നമുക്ക് മനസ്സിലാവാത്തവർ അതിന്റെ അടിയിൽ വന്നിട്ട് പല കമന്റുകൾ ഇടുന്നു. പക്ഷെ ഒരു വിഭാഗക്കാരുണ്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന ന്യൂസ് ചാനലാണെങ്കിലും മറ്റുള്ള വിഭാഗക്കാർ സംഭവങ്ങളൊന്നും പറയില്ല. നടുറോട്ടിൽ ഒരു യുവതി, പ്രായമായ ഒരു യുവതി നിസ്കരിച്ചു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അത്രമാത്രമായിട്ട് ക്യാപ്ഷൻ. എന്താണ് റീസൺ എന്ന് പ്രതിഷേധം എന്നറിയാം, എന്താണ് റീസൺ എന്നൊന്നും പറയില്ല. തെറ്റ് തന്നെയാണ് നടുറോട്ടിൽ ഇതുപോലെ ചെയ്യുന്നത്, തെറ്റ് തന്നെ ഇല്ലാന്നൊരു നമ്മളതിന്റെ റീസൺ കൂടി അറിയണം. കാരണം ആരുമില്ല ആ സ്ത്രീക്ക് സംസാരിക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ ആരുമില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ മെന്റാലിറ്റി അതാണ്. അവർക്ക് അങ്ങനെ ചെയ്തത്. സോഷ്യൽ മീഡിയ എന്താണെന്ന്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് വരുന്നു, ഇങ്ങനെ ചിത്രീകരിക്കുന്നു, അവർക്കറിയില്ല. അത് മതപരമായിട്ട് ജിഹാദിപരമായിട്ടൊക്കെ ചിത്രീകരിച്ച് മുന്നോട്ട് പോയി. റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥലം, അതായത് അവർ ജീവിച്ച് വളർന്ന അല്ലെങ്കിൽ ഇപ്പോൾ അവർ കുടുംബമായിട്ട് ജീവിച്ചിരുന്ന അവരുടെ വീട്, അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം സഹോദരങ്ങളൊക്കെ കൈകേറിയപ്പോൾ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല. ഇവർ ലീഗലി മുന്നോട്ട് പോയി, കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു, എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് അവിടെ നിന്നൊന്നും ഒരു സന്തോഷകരമായ ഒരു വാർത്തയല്ല. ഇവരെല്ലാവരും കൈകൊഴുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ സഹോദരിക്ക് മനസ്സിലായത് ചെയ്യാൻ പറ്റുന്നതായ കാര്യമാണ്. ആ സഹോദരി നട റോഡിൽ കാണിച്ചു കൂട്ടിയത് തെറ്റ് തന്നെ തെറ്റാണ്. പക്ഷേ ഇവർ എന്തോരം മതപരമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു. ഒരു മന്ത്രി പോയാൽ പോലെ എത്ര നേരം ബ്ലോക്കിൽ നമുക്ക് കിടക്കണം. ആ റൂട്ടേ ക്ലോസ് ചെയ്തിരുന്ന എന്തൊരു സമയം എന്തേ നിങ്ങൾ. അപ്പോൾ ഒരു യുവതിക്ക് അവർക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പിന്താങ്ങാനോ ആളില്ലാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവിടെ നിന്ന് പോലീസുകാർ മാറ്റിയപ്പോൾ നിങ്ങളുടെ കേസ് എന്താണ്, അല്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാം എന്നുള്ളൊരു വാക്ക് അത് മതിയായിരുന്നു. ആ സൗകര്യം അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവർക്കൊക്കെ അത് അത്രയേ ഉള്ളൂ. അത് കൊടുത്തപ്പോൾ അവരവിടെ നിന്ന് മാറി. ഇത് ചിത്രീകരിച്ച് അത് മതപരമായിട്ട് ചിത്രീകരിച്ച് കേരളം നശിപ്പിക്കും. എന്തൊക്കെയാണ് നടക്കണേ, എന്തൊക്കെയാണ് ചിത്രീകരിച്ച് കൂട്ടിയത്? സമ്മതിച്ചു കൊടുക്കണം ജനങ്ങളെ ഒരു വിഭാഗം ആൾക്കാർ.